ഭഗവാനെ കൃഷ്ണ. എന്റെ മാധവേട്ട, ഇന്നെങ്കിലും ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ സമ്മതിക്ക്. നല്ലൊരു വെള്ളിയാഴ്ച ആയിട്ട് നശിപ്പിക്കല്ലേട്ടാ. എന്റെ ജോസേ, നീ ഇന്നും കൂടി ഒന്ന് ക്ഷമിക്കേ. ഇന്ന് രാത്രി മാധവേട്ടൻ പോവല്ലേ? ജോസേ, ഇന്നും കൂടി എന്നെ കൊണ്ടുള്ള ശല്യം നിനക്ക് ഉണ്ടാവുള്ളൂ. നീ കാപ്പി പിടിക്കും. നാളെ മുതലേ നിനക്ക് സുഖമായി കിടന്ന് ഉറങ്ങാട്ടോ. മാധവേട്ടൻ ഇല്ലാത്ത ഫ്ലാറ്റ് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റണില്ല. മാധവേട്ടൻ പോയാ ഈ ഫ്ലാറ്റ് ഉറങ്ങിയ പോലെയാവും. കാര്യം രാവിലെ നേരത്തെ മാധവേട്ടനോട് അല്പം നീരസൊക്കെ തോന്നെങ്കിലും മാധവേട്ടൻ പോകുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമില്ലേ ജോസേ? അല്ല മാധവേട്ട, പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല മാധവേട്ട, നമ്മുടെ പുതിയ കക്ഷി പ്രവീൺ എങ്ങനെ? ജോലിയൊക്കെ പഠിച്ചോ? പുതിയ തലമുറയല്ലേ, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഗ്രഹിച്ചോളൂ. പിന്നെ നമ്മുടെ പഴയ ചിട്ടവട്ടങ്ങളൊക്കെ വേണമെന്ന് വിചാരിക്കുന്നതും ശരിയല്ലല്ലോ. അവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണുന്നു, അത്രയേ ഉള്ളൂ. അല്ല, എവിടെ നമ്മുടെ ഹീറോ? രാവിലെ നേരത്തെ നീട്ട് ഓടാൻ പോയതാണ്. ആരോഗ്യ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധയാണ്. ഈ രാവിലെ നേരത്ത് മൂടി പുതച്ച് കിടന്ന് ഉറങ്ങാണ്ട് ഓടാൻ പോയതിന് വട്ട് തന്നെയാ. ജോസേ, എല്ലാവരും നന്നെ പോലെ ആവണമെന്നുണ്ടോ? എഴുന്നേറ്റ് പോയി കുളിക്കാൻ നോക്കും. അല്ല രാഘവേട്ടാ, ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ്? മസാല ദോശ ഉണ്ടാക്കാന്നാണ് രാഘവേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഘവൻ ഉള്ളതുകൊണ്ട് ആഹാര കാര്യങ്ങളൊക്കെ ശരിക്കും നടക്കുന്നു, സമയത്തിനൊക്കെ ആഹാരം കിട്ടുന്നു. രാഘവൻ പോയാലേ നല്ല കാര്യം കഷ്ടത്തിലാവും ജോസേ. അതിനെ രാഘവേട്ടനെ 55 വയസ്സല്ലേ ആയുള്ളൂ. ഇനിയും 7-8 വർഷം ജോലി ചെയ്യാമല്ലോ. അതിനു മുമ്പ് രാഘവൻ ജോലി നിർത്തിപ്പോയാലോ? അതിന് രാഘവേട്ടന് നാട്ടിൽ ആരാ ഉള്ളത്? ഇവിടെ ആണെങ്കിൽ നമ്മളൊക്കെ ഇല്ലേ. രാഘവേട്ടാ, മസാല ദോശയ്ക്ക് തേങ്ങാ ചമ്മന്തി തന്നെ വേണം. രാഘവേട്ടന്റെ തേങ്ങാ ചമ്മന്തിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാ. ജോസേ, മാധവേട്ടൻ പോയാ ഞാൻ ഒറ്റയ്ക്കാവും. എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാൻ എനിക്കൊരു കൂട്ടുണ്ടാവില്ല. എല്ലാം ശരിയാവും രാഘവൻ. കുറച്ച് കാലം കൂടി നോക്കും. ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും ആശ്രമത്തിൽ പോയി ആശ്രിതനായി ചേരണം. ഏതായാലും അടുത്ത 3-4 വർഷത്തേക്ക് നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. പിന്നെ നിനക്ക് നാട്ടിലേക്ക് വരണമെന്ന് തോന്നുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരണം.
നമ്മുടെ അവസാന കാലം നമുക്ക് ആഘോഷിച്ചങ്ങ് ജീവിക്കാടൂ. ഇത്രയും വർഷത്തെ സുഹൃത്ത് ബന്ധത്തിന്റെ ഒരു തുടർച്ചയാകട്ടടോ. എന്നാലും മാധവേട്ടന്റെ സാന്നിധ്യം നാളെ മുതൽ ഈ ഫ്ലാറ്റിലും ഓഫീസിലും ഉണ്ടാവില്ലല്ലോ. ആ അല്ല, നമ്മുടെ രാജൻ എഴുന്നേറ്റ്. എന്റെ മാധവേട്ട, ഇന്നലെ രാത്രി മുഴുവൻ അവൻ കണക്ക് കൂട്ടുകയായിരുന്നു. ഒരു റിയാലിന് 173 രൂപയായി ഇത്ര. നേരത്തെ പോയതാണ്. ഒരു പക്ഷേ കോർണിഷിൽ പോയി കാണും. അവന് കടല് നോക്കിയിരിക്കാൻ വലിയ ആഗ്രഹമാണ്. ചിലപ്പോ മണി എക്സ്ചേഞ്ചിലും പോവുമായിരിക്കും. മാധവേട്ട, വിളക്ക്. ആ അത് പറഞ്ഞപ്പോഴാണ് രാഘവ, ഈ വിളക്ക് ഒന്ന് കഴുകിയിട്ട് എൻ്റെ പെട്ടിയിലേക്ക് വെച്ചോളൂ. ഈ ഫോട്ടോ കുറേ കാലമായി കൂടെ ഉള്ളതാണ്, ഇരിക്കട്ടെ. പിന്നെ ഈ ടേപ്പ് റെക്കോർഡർ ഒന്നുമില്ലെങ്കിൽ നീ എടുത്തോ, അല്ലെങ്കിൽ എന്താ ചെയ്തോ. ശരി മാധവേട്ട. മാധവേട്ട, ഗുഡ് മോർണിംഗ്. ആ അല്ല മാധവേട്ടാ, ഇന്ന് എന്താ അത്ര ചൂട്? വല്ലാതെ വിയർത്തു. മാർച്ച് മാസമേ ആയിട്ടുള്ളൂ. മെയ് ജൂൺ മാസങ്ങളിലെ ചൂട് ഇനിയും കൂടും. മാധവേട്ടൻ എങ്ങനെയാ ഈ ചൂടിൽ 35 കൊല്ലം കഴിച്ചു കൂട്ടിയ? ജീവിക്കാനുള്ള തത്രപ്പാടിൽ ഈ ചൂടും വെയിലും ഒക്കെ ആര് നോക്കുന്നു? അല്ല, മാധവേട്ടൻ ഏത് വർഷത്തിലാ മസ്കറ്റിൽ വന്നത്? എൻ്റെ 25ാം പിറന്നാളിന് പിറ്റേന്ന് ഒലവക്കോട്ടുനിന്ന്, അതായത് നമ്മുടെ ഇന്നത്തെ പാലക്കാട് ജംഗ്ഷൻ, ബോംബെയിലേക്ക് വണ്ടി കയറി. ജയന്തി ജനത 2 ദിവസം കഴിഞ്ഞപ്പോൾ ബോംബെ എത്തി. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മസ്കറ്റിൽ കാലു. ശരിക്കും പറഞ്ഞ 1980 മാർച്ച് മാസം 3-ാം തീയതി. അന്നൊക്കെ ഇത്രയും ചൂടുണ്ടായിരുന്നു? അന്ന് നമുക്ക് കൂടുതൽ ചൂട് തോന്നിക്കും. ഈ എയർ കണ്ടീഷണറും കാര്യങ്ങളൊക്കെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ മാധവേട്ടനൊക്കെ ശരിക്കും ബുദ്ധിമുട്ടി കാണും അല്ലേ? അന്നൊക്കെ രാത്രി കാലങ്ങളിൽ ചാക്ക് വെള്ളത്തിൽ മുക്കി ദേഹത്തിട്ട ഞങ്ങളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നും നമ്മുടെ ഓഫീസ് ഈ ബിൽഡിംഗിൽ തന്നെ ആയിരുന്നു. അന്ന് ഇത്ര വലിയ ബിൽഡിങ്ങുകളോ ഫ്ലാറ്റുകളോ ഒന്നും ഇല്ലല്ലോ. നമ്മുടെ മത്ര സൂപ്പിന്റെ ഉള്ളിൽ ചെറിയൊരു പീടിക. അതില് നമ്മുടെ സ്പോൺസർ അഹമ്മദ് ഭായി, ഞാനും മാത്രം. അതിരാവിലെ ചെറിയ ചെറിയ ഉരുക്കളിൽ അരി വരും. അത് നമ്മുടെ അർബാനയിലാക്കി കടയിൽ എത്തിക്കണം. 11 മണി വരെ. ഈ സമയത്ത് കടയിൽ വരുന്നവർക്ക് നമ്മൾ അഹമ്മദ് ഭായി അരി തൂക്കി കൊടുത്തുകൊണ്ട് 11 മുതൽ 3 മണി വരെ വിശ്രമം. എന്താ ചൂട് അത്രയ്ക്കല്ലേ? 3 മുതൽ 7 മണി വരെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ അങ്ങനെ ഇരിക്കും. അപ്പോ ആഹാരമൊക്കെ എങ്ങനെയായിരുന്നു? മത്രയില് ഹോട്ടൽ നടത്തുന്ന ഒരു മൂസഹാജി ഉണ്ടായിരുന്നു. രാത്രി അവിടുന്ന് കുബൂസും കറിയും, കൂട്ടത്തില് നല്ല ഒരു കട്ടൻ കാപ്പി. ആ വന്നല്ലോ സ്പോർട്സ്മാൻ. മാധവേട്ടാ, നല്ല ബെസ്റ്റ് മസാല ദോശ. പക്ഷേ എരിവും ചമ്മന്തിക്ക് അല്പം കൂടുതലാണ്. മാധവേട്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ? ഇല്ല, കുറച്ച് കഴിയട്ടെ, രാജൻ കൂടി വന്നിട്ടാവാം. അപ്പൊ മാധവന്റെ പാക്കിംഗ് എല്ലാം എവിടം വരെയായി? കാര്യമായിട്ട് പാക്കിംഗ് ഒന്നുമില്ല. ഇതൊരു
ക്യാബിൻ ബാഗേജും ഒരു പെട്ടിയും. പഴയ കാലമൊന്നും അല്ലല്ലോ, നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഒരു സാധനവും ഇല്ലല്ലോ ഇപ്പോ. അപ്പോ പാലക്കാട് കുബൂസ് കിട്ടുമോ? ഈ കുബൂസും ഷവർമയൊക്കെ പാലക്കാട് ഇപ്പൊ സർവ്വസാധാരണമല്ലേ? അല്ല, ജോസിന്റെ വിഷയം ഇപ്പോഴും ആഹാരം തന്നെയാണല്ലോ. അത് രാഘവേട്ടൻ എന്നെ ഒന്ന് വെച്ചതാണ് കേട്ടോ. അല്ല മാധവേട്ട, മാധവേട്ടൻ നാട്ടിൽ പോയാൽ ബോറടിക്കില്ലേ? ഇവിടെ 10 മണിക്കൂർ ദിവസവും ജോലി ചെയ്തിട്ട് നാട്ടിൽ പോയാ മാധവേട്ടൻ എന്ത് ചെയ്യും? ജോസേ, നാട്ടിൽ പോയാ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ 35 വർഷമായി മനസ്സിൽ കൊണ്ടുനടന്ന കുറേ ആഗ്രഹം. എന്നാലും നാട്ടിൽ പോയി ജീവിക്കാന്ന് വന്ന മാധവേട്ടന് വലിയ ബുദ്ധിമുട്ടാവില്ലേ? നീണ്ട 35 വർഷം കഴിഞ്ഞ് പോണതല്ലേ, അവിടുത്തെ മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുക്കും, അത്രയേ ഉള്ളൂ. അതിന് മാധവേട്ടന്റെ ബാധ്യതകളൊക്കെ തീർന്നില്ലേ? മകളുടെ വിവാഹം കഴിഞ്ഞു, മകന് ജോലിയായി, പിന്നെന്താ? എൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും ഈ രാജ്യത്തിനോടും ഈ രാജ്യത്തിലെ നല്ലവരായ നാട്ടുകാരോടും എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. എന്തായാലും ശാന്തേടത്തി നല്ല സന്തോഷവതിയായിരിക്കും. മാധവേട്ടൻ നാട്ടിലേക്ക് പോവല്ലേ? മാത്രമല്ല 10 പവന്റെ മാലയായിട്ടല്ലേ മാധവേട്ടൻ പോകുന്നത്? ജോസേ, എൻ്റെ ഉയർച്ചയിൽ അവള് വഹിച്ച പങ്ക് വളരെ വലുതാണ്. എൻ്റെ അച്ഛനമ്മമാരെ സംരക്ഷിച്ചത്, ഞങ്ങളുടെ മക്കളെ വളർത്തി വലുതാക്കിയത്, അതിലുപരി കുടുംബത്തിന്റെ ഭദ്രത കാത്തു സൂക്ഷിച്ചത്. ഇനിയുള്ള കാലം അവളോടൊപ്പം അവൾക്കൊരു സഹായമായി സമാധാനമായി കഴിയണം, അത്ര തന്നെ. മാധവേട്ടൻ ഭാഗ്യവാനാ. സ്നേഹിക്കാൻ നല്ലൊരു ഭാര്യയും പിന്നെ മക്കളും. ജോസേ, നീ എന്നാ നാട്ടിൽ പോയിട്ട്? നീ നാട്ടിൽ പോയിട്ട് 3 വർഷമായില്ല. അതിനെ എന്നെ കാണാൻ ആർക്കത്ര തിടുക്കം മാധവേട്ട? നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും നിന്നെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? പൈസ കിട്ടിയാൽ അവള് ഹാപ്പിയാണ്. എല്ലാ മാസവും ഡ്രാഫ്റ്റ് കിട്ടിയാൽ സന്തോഷമായി. ജോസേ, അത് നിനക്ക് വെറുതെ തോന്നുന്നതാണ്. കുടുംബമില്ലാത്തതിന്റെ വിഷമം നന്നായി അനുഭവിക്കുന്നതാണ് ഞാൻ. ജോസേ, നീ എല്ലാ വർഷവും നാട്ടിൽ വരണം. 30 ദിവസമേ ഉള്ളൂ എങ്കിലും ഭാര്യയും മക്കളുമായിട്ട് സുഖമായിട്ട് കഴിയണം. നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും വളരെ വളരെ വിലപ്പെട്ടതാണ്. എന്നാ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. മാധവേട്ടൻ ഇന്ന് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണം. ഇനി ഇങ്ങനത്തെ ഒരു അവസരം നമുക്ക് ഉണ്ടാവില്ലല്ലോ. രാഘട്ടോ, സലാഡും പപ്പടവും മറക്കണ്ട കേട്ടോ. മാധവേട്ടാ, എന്താ ചെയ്യാ മാധവേട്ട? എന്താ ഒരു സന്തോഷം? ജോസിന്റെ ഭക്ഷണക്കാര്യം വല്ലതും ആണോ? അത് പിന്നെ പ്രത്യേകം പറയാനുണ്ടോ? അല്ല രാജ, നീ ഇത്രയും സമയം എവിടെയായിരുന്നു? മാധവേട്ട, ഞാനൊന്ന് കോർണീഷ് വരെ പോയതാണ്. ആർത്തിരമ്പി വരുന്ന തിരമാലകൾ കണ്ടിരിക്കാൻ എന്താ ഒരു രസം. ജോസേ, നമ്മുടെ വിഷമങ്ങളെല്ലാം മറക്കാൻ ഇതിലും നല്ലൊരു കാഴ്ചയില്ല. അപ്പൊ രാജൻ എക്സ്ചേഞ്ച് റേറ്റ് നോക്കിയില്ലേ? എക്സ്ചേഞ്ചിലും പോയിരുന്നു. ഇന്നലെ 173 രൂപയായിരുന്നു. ഇന്നിതാ അത് 172 രൂപയായി. എക്സ്ചേഞ്ചിൽ പോയപ്പോഴല്ലേ ഇതെല്ലാം അറിയുന്നത്. ഏതായാലും വൈകുന്നേരം വരെ നോക്കാം. ചിലപ്പോ കൂടിയാലോ? അത്രയും ലാഭമല്ലേ? അതെ അതെ അതെ. ആ രാജ,
അടുത്ത ആഴ്ചയല്ലേ ലക്ഷ്മിയുടെ ഓപ്പറേഷൻ? അടുത്ത തിങ്കളാഴ്ച ചെയ്യാമെന്നാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞത്. സ്കാനിംഗ് റിപ്പോർട്ടിലെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നല്ലേ പറഞ്ഞത്? അത് വേണ്ട, ഓപ്പറേഷൻ കഴിഞ്ഞാലേ എനിക്കും അമ്മയ്ക്കും സമാധാനമാവും. ഏതായാലും ഓപ്പറേഷൻ ദിവസം ഞാനും ശാന്തിയും തൃശ്ശൂർക്ക് പോവാം. അത് അമ്മണിക്കൊരു സഹായമായിരിക്കും. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവൾക്ക് ഒന്നും സംഭവിക്കില്ല. ആ, പൈസയുടെ കാര്യം ആലോചിച്ച് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മാധവേട്ട. അവിടെ പോയി വർത്തമാനം പറഞ്ഞാൽ മതി. ഏകദേശം എത്ര വേണ്ടി വരുമെന്നാണ് അമ്മണി പറഞ്ഞത്? ഏകദേശം 4 ലക്ഷം വേണമെന്നാണ് അവള് പറഞ്ഞത്. 1 ലക്ഷം എങ്ങനെയെങ്കിലും നുള്ളിപ്പെറുക്കി ഉണ്ടാക്കാം. ബാക്കി 3 ലക്ഷം എങ്ങനെ ഉണ്ടാക്കുമെന്ന് ആലോചിച്ച് അതൊരു പരവേശം. എന്തായാലും എന്റെ അമ്മണിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്റെ ലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല മാധവേട്ട. രാജാ, നീ സമാധാനപ്പെട്, ലക്ഷ്മിക്ക് ഒന്നും സംഭവിക്കില്ല. ഫോൺ മതി. അമ്മണിയുടെ ഫോണാണ്. ഹലോ. ആ, അതെ. എപ്പോ? എത്ര കുട്ടി രക്തം വേണമെന്നാണ് വെള്ളം കൊണ്ടു പറയൂ. ഇവിടെ ഇരിക്കൂ. ആ, ഇരിക്കൂ രാജാ, ഇരിക്കൂ. അമ്മണി എന്താ പറഞ്ഞേ? രാജാ, നീ കാര്യം പറയേ. രാജ, വെള്ളം കുടിക്കൂ. എന്ത് പറ്റി രാജ? എന്റെ ലക്ഷ്മിയെ ആശുപത്രിയിൽ വീണ്ടും അഡ്മിറ്റ് ചെയ്തു മാധവേട്ട. ഉടനെ ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത്. ഇന്ന് തന്നെ പൈസ അടയ്ക്കണമത്രേ. ഞാൻ എന്ത് ചെയ്യും മാധവേട്ട? ഞാൻ എന്ത് ചെയ്യും? രാജാ, നീ സമാധാനപ്പെട്, ഞങ്ങളൊക്കെ ഇല്ലേ? രാജാ, സമാധാനപ്പെടും. എല്ലാം ശരിയാവും. രാജാ, മാധവേട്ടാ, ഈ മാല വിറ്റ് നീ ഇന്ന് തന്നെ നാട്ടിലേക്ക് പൈസ അയക്കണം. അതെ, ഒന്നും ആലോചിക്കണ്ട. മാധവേട്ട, അത് ശരിയായില്ല മാധവേട്ട. ഇത് ഇന്നലെ നമ്മുടെ സ്പോൺസർ അഹമ്മദ് ഭായ് മാധവേട്ടന് തന്നതല്ലേ? മാധവേട്ടന്റെ 35 വർഷത്തെ ആത്മാർത്ഥ സേവനത്തിനുള്ള ഒരു ഉപഹാരം. ഇത് മാധവേട്ടന് മാത്രം അർഹത. ഇത് എനിക്ക് വേണ്ട മാധവേട്ട, എനിക്ക് വേണ്ട. രാജാ, ഒരു അത്യാവശ്യത്തിന് ഉപകരിച്ചില്ലെങ്കിൽ പിന്നെ ഈ ഉപഹാരം കൊണ്ട് എന്ത് പ്രയോജനം? നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനല്ലേ തരുന്നത്. പോയി വേണ്ടത് ഉടനെ ചെയ്യേ. എന്റെ മാധവേട്ട, ഇന്ന് വെള്ളിയാഴ്ചയാണ്. എക്സ്ചേഞ്ച് ഒക്കെ നേരത്തെ അടയ്ക്കും. പെട്ടെന്ന് പോ.
ബിരിയാണി റെഡിയായിട്ടുണ്ട്. മാധവേട്ടന് ഇറങ്ങാൻ സമയായില്ലേ? എന്നാ പിന്നെ ബിരിയാണി കഴിച്ചിട്ടാവാം ബാക്കി കാര്യം. മാധവേട്ട പോകാനുള്ളതല്ലേ, ഒന്ന് ഭക്ഷണം കഴിക്കൂ. വരൂ. പ്രവീണേ, നീ കഴിക്കണില്ലേ? എനിക്ക് വലിയ വിശപ്പില്ല രാഘവേട്ട. രാവിലെ വൈകിയല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എനിക്കും വിശപ്പില്ല. ആകപ്പാടെ ഒരു അസ്വസ്ഥത. അത് രാഘവേട്ടൻ മാധവേട്ടൻ പോകുന്നതിന്റെ വിഷമം കൊണ്ട് പറയുന്നതല്ല. സത്യത്തിൽ രാഘവേട്ടനും മാധവേട്ടനായിട്ട് എത്ര വർഷത്തെ ബന്ധം കാണും? മാധവേട്ടൻ എനിക്ക് വെറും ഒരു മാനേജർ മാത്രമല്ല, ഒരു മൂത്ത സഹോദരൻ കൂടിയാണ്. മാധവേട്ടന്റെ അഭാവം എന്നെ വല്ലാതെ വീർപ്പ് മുട്ടിക്കും. തീർച്ച. മാധവേട്ടൻ ഇപ്പൊ വരും. നമസ്കാരം. ആ ഇപ്പൊ വരും. അപ്പൊ വരും. 7 മണിക്കാണ് ഫ്ലൈറ്റ്. മോന്റെ പഠിപ്പും പാട്ടും ഒക്കെ നന്നായി പോണില്ലേ? അവിടെ വരുന്നു. ആ നമസ്കാരം. നനക്ക് പാലക്കാട് അസോസിയേഷന്റെ ലളിത സംഗീതത്തിൽ 1ാം സമ്മാനം കിട്ടിയതായിട്ട് അച്ഛൻ പറഞ്ഞു. നന്നായി. ഇനിയും കൂടുതൽ സമ്മാനങ്ങൾ വാങ്ങണം. കൂട്ടത്തില് നന്നായി പഠിക്കുകയും ചെയ്യണം. നന്നായി വരട്ടെ, നന്നായി വരട്ടെ. ഞാൻ കേട്ടു നിങ്ങൾ ബോംബെ വഴിയാണ് പോണാണ്. അതെ, ബോംബെയില് എൻ്റെ അനിയനും കുടുംബവും ഉണ്ട്. അവരുടെ അടുത്ത് കുറച്ച് സമയം ചെലവാക്കി ഞാൻ കോയമ്പത്തൂർക്ക് പോകും. നെടുമ്പാശ്ശേരിയല്ലേ അടുത്ത്? പാലക്കാട്ടുകാരൊക്കെ കോയമ്പത്തൂരല്ലേ അടുത്ത്. 1 മണിക്കൂർ കൊണ്ട് വീടെത്തില്ലേ? മസ്കറ്റിൽ നിന്ന് കോയമ്പത്തൂർക്ക് ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് വന്നാൽ അത് പാലക്കാട്ടുകാർക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും. എത്ര കാലം കാത്തിരിക്കേണ്ടി വരും എന്നറിയില്ല. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പെരുമാറിയിട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സത്യസന്ധമായി ജോലി ചെയ്യണം. സത്യസന്ധതയും അർപ്പണബോധവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിൽ എത്താനാവൂ. നമ്മുടെ സ്പോൺസർ അഹമ്മദ് ഭായ് വളരെ നല്ല മനുഷ്യനാണ്. വിശ്വസിച്ച എന്തും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നല്ലതായിട്ട് ജോലിയെടുക്കണം. സത്യസന്ധമായി ജോലിയെടുക്കണം. തീർച്ചയായിട്ടും മാധവേട്ട, രാഘവ, എന്താ ഇത്? ധൈര്യമായിരിക്കേ. പഴയ കാലമൊന്നുമല്ലല്ലോ. നമുക്ക് ഫോണിൽ സംസാരിക്കാം, നേരിട്ട് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഇല്ലേ? പിന്നെ എന്റെ വീട്ടില് നമ്മുടെ ഈ സൗഹാർദ്ദം അങ്ങനെയൊന്നും തകരാനുള്ളതല്ലോ. മാധവേട്ട, ഈ വർഷം എന്തായാലും നാട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട്. തീർച്ച 2-3 ദിവസം മാധവേട്ടന്റെ കൂടെ താമസിച്ചിട്ടേ ഞാൻ പോകൂ. നിങ്ങൾ വരുമ്പോ നമുക്ക് മലമ്പുഴയിലും നെല്ലിയാമ്പതിയിലും ഒക്കെ പോണം. കുട്ടികൾക്കൊക്കെ അത് വലിയ സന്തോഷമായിരിക്കും. പിന്നെ നണക്ക് പാലക്കാടൻ രാമശ്ശേരി ഇഡ്ഡലിയും സാമ്പാറും അതും നമുക്ക് ഒപ്പിക്കാടോ. ശരി മാധവേട്ട.
ഓ ആ രാജൻ അവനോട് യാത്ര പറഞ്ഞില്ല. എന്തായാലും അവനെ ഞാൻ പ്രത്യേകം അന്വേഷിച്ചതായിട്ട് പറയണം. അവൻ്റെ മാനസികാവസ്ഥ നമുക്കൊക്കെ അറിയാലോ. അവൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകം ശ്രദ്ധ വേണം. അപ്പോ വൈകിക്കണ്ട, നമുക്ക് ഇറങ്ങാം. എന്നാ ഇനി യാത്രയില്ല. നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തിൻ്റെ ബുദ്ധികൾ ആവേശത്തോടെ വാരിയെടുക്കാൻ തന്നിൽ മായാതെ കിടക്കുന്ന നഷ്ടസ്വപ്നങ്ങൾക്ക് പുതിയ നിറം പകരാൻ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്കൊപ്പം ചുവടുവെച്ച അതീവ ചാരിതാർത്ഥ്യത്തോടെ നമ്മുടെ മാധവേട്ടൻ യാത്രയാവുകയാണ്. ഇത്തരം എത്രയെത്ര മാധവേട്ടന്മാർ നമുക്ക് മുന്നിലൂടെ കടന്നുപോയി. പറന്നു കിടക്കുന്ന ജീവിതത്തിൻ്റെ പുതിയ മാനങ്ങൾ തേടി ഒരു നല്ല ഭാവിയുടെ സുന്ദര സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റി കാലത്തിൻ്റെ മാറ്റങ്ങൾക്കൊപ്പം ചുവടുകൾ വെച്ച് പ്രവാസ ജീവിതത്തിൻ്റെ പടിവാതിലിൽ പിച്ചവയ്ക്കുന്ന എത്രയെത്ര പ്രവീണുമാർ. പ്രവാസ ജീവിതത്തിൻ്റെ തുരുത്തിൽ ഒറ്റപ്പെട്ട് ഭാവിയുടെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ചിലർ. വേദനയുടെ ിൽ മുങ്ങിത്താഴുമ്പോഴും സഹജീവികളുടെ കാരുണ്യത്താൽ ജീവിതം തിരികെ പിടിക്കാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ. നാടിൻ്റെ തിരിച്ചറിയാനാവാതെ പ്രവാസ ജീവിതത്തിൻ്റെ നടുക്കടലിൽ വരുന്നവർ. ഈ പാതയിൽ നാം എല്ലാം വെറും യാത്രക്കാർ മാത്രം. വരൂ, തുടരാം നമുക്ക് ഈ യാത്ര. സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഒറ്റ മനസ്സോടെ നല്ലൊരു നാളെയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ലോകാ സമസ്ത സുഖിനോ ഭവന്തു.